അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ. അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള ഉദ്യമം ഒരുപക്ഷേ നിങ്ങൾ അനുഭവിക്കുകയും വാസ്തവത്തിൽ അവിടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യാവുന്ന വ്യാപ്തികളെ വിവരിക്കുവാൻ വേണ്ടിയും തനിക്ക് തൻ്റെ തന്നെ സംശയാലുവായ മനസ്സിനു വേണ്ടിയും അറിയുവാൻ ആഗ്രഹിക്കാവുന്ന മറ്റുള്ളവരുടെ അറിവിനു വേണ്ടിയും മാത്രമാണ്. അതിലധികമായി ഒന്നുമില്ല. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്നിൽ പ്രത്യേകമായി ഒന്നുമില്ലെന്ന് ഞാൻ കരുതുന്നു. ഈ സൗകര്യം നാം മുമ്പ് പറഞ്ഞ വൈദ്യുതി എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ആദ്യമായി വ്യത്യസ്ത വ്യാപ്തികൾ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. അവ തീർച്ചയായും നിങ്ങൾക്കും മറ്റുള്ളവർക്കും ലഭ്യമാണ്. എന്നാൽ നമ്മിൽ അധികം പേരും പ്രധാനമായി അവബോധക്കുറവ് കൊണ്ട് അതിനെ ഉപയോഗിക്കാതിരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നു. ഈ പങ്കുവയ്ക്കലിൽ കൂടി വാസ്തവത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്തുകയും അനുഭവിക്കുകയും ചെയ്യാവുന്ന വളരെയധികം സാധ്യതകൾ ഉണ്ടെന്ന് നാമും നമ്മിൽ കൂടി വായനക്കാരും പെട്ടെന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ പാരമ്പര്യം നിസ്വാർത്ഥതയുടെയും നിരുപാധികതയുടെയുമാണ്. ആ പാതയിൽ പ്രതിച്ഛായകൾക്കപ്പുറം ബോധത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കൂ. നിങ്ങൾ നിങ്ങളെ തന്നെ അവിടെ കണ്ടെത്തും. നിങ്ങൾ അവിടെ എല്ലാവരെയും കണ്ടെത്തും. വാസ്തവത്തിൽ നമ്മിലെല്ലാം ശിവാവസ്ഥയുടെ സമൃദ്ധിയുണ്ട്. ശിവോഹം. നാം നമ്മുടെ അനുഭവത്തെ പങ്കുവയ്ക്കുമ്പോൾ നാം മനസ്സിൽ അതിനെ പുനഃശ്ചിന്തയ്ക്ക് വിധേയമാക്കുന്നു. നമ്മുടെ ബോധമനസ്സ് അതുമായി യോജിപ്പിലെത്തുന്നു. അല്ലാത്ത പക്ഷം മറ്റുള്ളവരുടെ വാക്കുകളും പുസ്തകജ്ഞാനവും നമ്മുടെ യഥാർത്ഥ അനുഭവത്തെ കവിഞ്ഞു കടക്കുകയും കാലക്രമേണ അതിനെ അലിയിച്ചു കളയുകയും ചെയ്യും. നമുക്ക് നമ്മുടെ യാത്ര പ്രാഥമികമായി നമ്മുടെ അനുഭവങ്ങളിൽ കൂടി തുടരുകയും ചെയ്യേണ്ടതുണ്ട്. ബാഹ്യജ്ഞാനത്തിന് സാഹചര്യപരമായ സഹായങ്ങളുടേതല്ലാതെ അതിൽ കൂടുതൽ മൂല്യമൊന്നുമില്ല. അനുഭവങ്ങളെ സ്വീകരിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് നമ്മുടെ പുരോഗതിയുടെ തോതിൻ്റെയും ധാരണയുടെയും നിലയെ ദൃഢീകരിക്കുകയും സംശയിക്കുന്ന ബോധമനസ്സിനെ പോലും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. അത് നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മറ്റുള്ളവരെയും അവരുടെ അനുഭവങ്ങളെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു. അവരും ഇന്നല്ലെങ്കിൽ നാളെ അനുഭവങ്ങളെ ഏറ്റെടുക്കാനും അവയോടൊപ്പം വളരുവാനും തുടങ്ങുന്നു. ആയതുകൊണ്ട് ഇതും വലിയ ഒരു സേവയാണ്. സ്വന്തം അനുഭവത്തിൻ്റെ ഉടമസ്ഥത ഏറ്റെടുക്കുക എന്നത് പ്രധാനമാണ്. അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ യാത്ര തുടങ്ങുന്നത്.